Hi students, in this lecture video we are going to have the continuation of heap based storage allocation mechanism. Okay, so we have already discussed what is heap allocation, how it is performed, and what are the advantages of using heap allocation in the previous lecture. Okay, so the main difference between stack allocation and heap allocation is that in the case of stack allocation, the stack is divided into frames and each frame is of fixed length, okay, or it is partitioned into fixed size. But in the case of heap, here heap is mainly used to dynamically allocate memory. Similarly, we can allocate memory of various size. ഓക്കെ, ഹീപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വേരിയസ് സൈസിലായിരിക്കും നമുക്ക് മെമ്മറി അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ size of the program unit we can allocate memory. Okay, so mainly ആ allocation നമ്മൾ mainly 3 strategiesനെ ബേസ് ചെയ്തായിരിക്കും പറയുന്നത്. ഫസ്റ്റ് ഇസ് ദ ബെസ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റ്, ദെൻ ബെസ്റ്റ് ഫിറ്റ് ആൻഡ് വേസ്റ്റ് ഫിറ്റ്. ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ റിക്വസ്റ്റ് കംസ്, ഒരു മെമ്മറി സെല്ലിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് വരുമ്പോഴത്തേക്ക് ആ ഒരു റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ബ്ലോക്കിനെ അങ്ങ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഫസ്റ്റ് ബിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ആ റിക്വസ്റ്റ് ഇപ്പം 200 ആണ് റിക്വസ്റ്റിൻ്റെ സൈസ് എന്നുവെച്ചാൽ ഒരു 200 സ്പേസ് ഉള്ള ഒരു സെല്ലാണ് വേണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ലിസ്റ്റിൽ പോയി നോക്കും, ഫ്രീ ലിസ്റ്റിൽ നോക്കും, ആ ഒരു കറക്റ്റ് സൈസിന് വരുന്ന ഫ്രീ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബെസ്റ്റ് ഫിറ്റ്. നെക്സ്റ്റ് വേസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് ബ്ലോക്കിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, so these are the various storage management algorithms used in heap based allocation. Okay, we can either go for first fit or best fit or worst fit. First fit means what? Returning the first block that fits the request. Best fit means what? Returning the smallest block that fits the request. Worst fit means what? It's a largest block that we will provide. Okay, now രണ്ട് ടേംസ് നമ്മൾ പഠിക്കണം, പൂൾ ആൻഡ് കോമ്പാക്ട്. പൂൾ മീൻസ് ഡിവൈഡിങ് ദ ലിസ്റ്റ് ഇൻറ്റു സബ് ലിസ്റ്റ് ബൈ സൈസ്. എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് മീൻസ് സ്മോൾ ബ്ലോക്സ് ആയിട്ട് അല്ലെങ്കിൽ സ്മോൾ സെൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതിനെ പൂൾ എന്ന് പറയുന്നത്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൂവിങ് ദി അലോക്കേറ്റിംഗ് ഹീപ്സ് ക്ലോസർ ടുഗെദർ ടു ക്രിയേറ്റ് ലാർജർ ഫ്രീ ബ്ലോക്സ്. എന്ന് വെച്ചാൽ ഹീപ്പിൽ നമ്മളിങ്ങനെ റാൻഡമായിട്ട് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദി റിക്വസ്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കത്തില്ല മെമ്മറീനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ സെൽസ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്ത്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത മെമ്മറി എല്ലാം നമ്മൾ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് വരുന്ന സ്പേസിലെല്ലാം നമുക്ക് ഒരുമിച്ചാക്കാൻ പറ്റും. ഓക്കെ, അപ്പം വെൻ മൂവിങ് ആൻ ഒബ്ജക്റ്റ് വൺ നീഡ് ടു അപ്ഡേറ്റ് ഓൾ ഇത് റെഫറൻസ് ടു ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫ്രീ ലിസ്റ്റ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഫ്രീ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ബ്ലോക്ക് ഓഫ് ഫ്രീ മെമ്മറി. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള മെമ്മറിയുടെ എന്താണ് ലിസ്റ്റ് ഓഫ് ബ്ലോക്കിനെയാണ് നമ്മൾ എന്താണ് ഫ്രീ ലിസ്റ്റ് എന്ന് പറയുന്നത്. ദി അലോക്കേഷൻ അൽഗോരിതം സെർച്ച് ഫോർ എ ബ്ലോക്ക് ഓഫ് അഡിക്വേറ്റ് സൈസ് ടു അക്കോമഡേറ്റ് ദ അലോക്കേഷൻ റിക്വസ്റ്റ്. അപ്പോൾ ആക്ച്വലി ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്, നമ്മൾ ഫ്രീ ലിസ്റ്റിൽ സെർച്ച് ചെയ്യും. എന്ന് വെച്ചാൽ റിക്വസ്റ്റിൻ്റെ സൈസ് അനുസരിച്ച് ഉള്ളത് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, അലോക്കേഷൻ ആൻഡ് ഡിഅലോക്കേഷൻ മേ ഹാപ്പൻസ് ഇൻ ആർബിട്രറി ഓർഡർ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാട്ട് യു മീൻ ബൈ ഫസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് ഫിറ്റ് അലോക്കേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ആ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ബ്ലോക്ക്, അത് നമ്മൾ ഇപ്പം 200 ആണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി. അപ്പം ഞാൻ ബ്ലോക്കിലോട്ട് നോക്കുമ്പോൾ ആദ്യം അവൈലബിൾ 100 ആണ്. അപ്പോൾ നമുക്ക് അത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. വിത്ത് ദ വെരി നെക്സ്റ്റ് എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 500 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 200 മതി നമ്മൾ റിക്വസ്റ്റ് ചെയ്തത്, പക്ഷേ 500ൻ്റെ ഒരു ബ്ലോക്ക് ഇസ് അവൈലബിൾ ദെയർ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, we can use that particular block. അതാണ് ഫസ്റ്റ് ഫിറ്റ്. ഫൈൻഡ് എ ഫ്രീ ബ്ലോക്ക് ദാറ്റ് ഈസ് ആസ് ബിഗ് ആസ് ദ റിക്വസ്റ്റ് എമൗണ്ട് ഓഫ് മെമ്മറി. ഇനി മാർക്ക് റിക്വസ്റ്റഡ് നമ്പർ ഓഫ് ബൈറ്റ്സ് ആസ് അലോക്കേറ്റഡ്. ഇതിനകത്ത് ഇപ്പോൾ 500 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതെങ്കിൽ ആക്ച്വലി നമുക്ക് എത്ര മതി, നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് എത്രയാണ് 200. ആ 200 വരെ ഉള്ളത് നമ്മൾ മാർക്ക് ചെയ്തിടും. ബാലൻസ് എന്താണ്, ബാലൻസ് വിൽ ബി റിട്ടേൺ ടു ദി ഫ്രീ ലിസ്റ്റ്. ഫ്രീ ലിസ്റ്റിലോട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. ഓക്കെ, റിട്ടേൺ റെസ്റ്റ് ഓഫ് ദ ഫ്രീ ബ്ലോക്ക് to free list. Find the first block large enough to accommodate the allocation list. In the first fill algorithm, the allocator keeps a
list of free block, and on receiving a request for memory, scan along the list for the first block that is large enough to satisfy the request. Okay. If the chosen block is significantly larger than the request, then it is usually split and the remainder added to the list as another free block. നമ്മൾ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഫിറ്റ് അൽഗോരിതം വെച്ചിട്ട് ആദ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലാർജർ ബ്ലോക്കിലോട്ട് നമ്മളങ്ങ് കൊടുക്കുകയാണ്. അലോക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് എനിക്ക് വേണ്ടുന്നത് 200 ആയിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീ ലിസ്റ്റ് നോക്കിയപ്പോൾ ആദ്യം 100 ഇരിക്കുന്നു, അത് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഞാൻ 500 ഇരിക്കുന്നു. അപ്പോൾ എന്താണ്, ഇറ്റ് ഇസ് ലാർജ് ഇനഫ്. റിക്വസ്റ്റ് 200 ആണ്, അപ്പോൾ 500 ഞാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ബാലൻസ് 300 ഞാൻ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ആഡഡ് ടു ദി ഫ്രീ ലിസ്റ്റ്. ഓക്കെ. വെൻ എ ബ്ലോക്ക് ഇസ് ഡീഅലോക്കേറ്റഡ് ആൻഡ് റിട്ടേൺ ടു ദി ഫ്രീ ലിസ്റ്റ്, വി ചെക്ക് ടു സീ whether either or both of the physically adjacent blocks are free. If so, we merge them. എന്ന് വെച്ചാൽ അപ്പം ഈ 200 ഞാൻ യൂട്ടിലൈസ് ചെയ്തു, ബാക്കി 300 ഞാൻ ഫ്രീ ലിസ്റ്റിലോട്ട് വിട്ടു. ഇനി ഈ 200 ഞാൻ യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് കംപ്ലീറ്റ് യൂസ് കഴിഞ്ഞാൽ ഞാൻ ഈ 200 എന്താകും, ഫ്രീ ആക്കും. 200 ഫ്രീ ആക്കുമ്പോൾ ഐ വിൽ ഗോ ടു ദി ഫ്രീ ലിസ്റ്റിൽ ഞാൻ ചെക്ക് ചെയ്യും. ഇതിൻ്റെ ബാക്കി പോർഷനായ 300 സ്റ്റിൽ ഫ്രീ ആയിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ ഐ വിൽ കമ്പൈൻ ദം, ദാറ്റ് ഇസ് ഐ വിൽ merge them and it will again go back to the free list. Okay. Next is best fit algorithm. Best fit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ find the smallest block large enough to accommodate the allocation request. എന്ന് വെച്ചാൽ വരുന്ന അലോക്കേഷന് ഏറ്റവും സ്മോൾ എന്ന് വെച്ചാൽ ആ ഒരു റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു സെല്ലിനെ കണ്ടുപിടിക്കുന്നതാണ് ബെസ്റ്റ് ഫിറ്റ്. ഓക്കെ. നെക്സ്റ്റ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് കോമ്പാക്ഷൻ മീൻസ്. ഇപ്പം ഇഫ് യു ആർ യൂസിങ് എ ഹീപ്പ് അലോക്കേഷൻ ദെൻ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, മെമ്മറിനെ അലോക്കേറ്റ് നമ്മൾ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പം കുറേ പേര് ഫ്രീ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അലോക്കേറ്റ് ചെയ്തവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ളവരെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ആ ഫ്രീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും വലിയ റിക്വസ്റ്റ് വരുമ്പോഴത്തേക്ക് വി ക്യാൻ യൂട്ടിലൈസ് ദം. ഓക്കെ. സോ സിമ്പിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മൂവ് ഓൾ allocated memory location to one end, combine all holes on the other end to form a larger whole. ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീ സ്പേസിനെയാണ് കേട്ടോ, ഫ്രീ മെമ്മറിനെയാണ് ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അലോക്കേറ്റ് ചെയ്തവരെല്ലാം കൂടെ നമ്മൾ ഒരു സൈഡിൽ കൊണ്ടുവരിക, ബാക്കി ഹോളുകളെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരിക. ഇതിൻ്റെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ട്രമെൻഡസ് ഓവർ ഹെഡ് ടു കോപ്പി ഓൾ ഡേറ്റാസ്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേക്ക് വി ഹാവ് ടു കോപ്പി ഓൾ ദ ഡോക്യുമെൻറ്റ്സ്. അതേ കണക്ക് വി ഹാവ് ടു ചേഞ്ച് ദ പോയിന്റ് ഓഫ് വാല്യൂസ് ഓൾസോ. ഓക്കെ. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി 2 new terms, ദാറ്റ് ഇസ് ഹോൾ ആൻഡ് ചങ്ക്. ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് ഫ്രീ മെമ്മറിനെ നമ്മൾ ഹോൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് അലോക്കേറ്റഡ് മെമ്മറിനെ നമ്മൾ ചങ്ക് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. യു ജസ്റ്റ് ഗോ ത്രൂ ദിസ് ഡയഗ്രാം. ഇൻ ദിസ് ഡയഗ്രാം വി ഹാവ് എ മെമ്മറി starting from 1000, then it is allocated to a process pre1, then അത് എൻഡ് ചെയ്യുന്നത് 3500 എൻഡ് ചെയ്യുന്നു. ദെൻ ഒരു റിക്വസ്റ്റ് വന്നു P2 P3. അപ്പം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, 2000 നിന്നും 2500 നിന്നും 3000 വരെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ബ്ലോക്ക്. ആ ബ്ലോക്ക് നമ്മുടെ അടുത്ത ഈ ഒരു ബ്ലോക്കിനെ അടുത്ത റിക്വസ്റ്റിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഒരു ബ്ലോക്ക് 3000 to 5000 വരെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് ഈ 2 റിക്വസ്റ്റ് വെച്ചു. എഗെയിൻ നമ്മളൊരു ഫ്രീ ബ്ലോക്ക് ഇട്ടിരിക്കുന്നു. ജസ്റ്റ് ഒരു അലോക്കേഷൻ മാത്രമേ കാണിച്ചിരിക്കുകയാണ്. 1000 to 2000 വരെ P1 അലോക്കേറ്റ് ചെയ്തു. ദെൻ അനദർ ഫ്രീ ലിസ്റ്റ് എന്ന് പറയുന്നത് 2500 to 3000 എന്ന് വെച്ചാൽ ജസ്റ്റ് 500 മാത്രമേ ഇവിടെ സൈസ് ഉള്ളൂ. ആ ഒരു സൈസ് വെച്ചും കൊണ്ട് നമുക്കൊരു റിക്വസ്റ്റും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. P2 P3 കമ്പൈൻഡ് ആയിട്ട് ഇത്രയും വേണം. അപ്പോൾ അത് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഓക്കെ. ഇതിനകത്ത് കോമ്പാക്ഷൻ പെർഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അലോക്കേറ്റഡ് സെൽസ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ട് വെച്ചാൽ 1000 to 2500 നമ്മൾ കൊണ്ടുവന്നു. ദെൻ ഇത് ഫ്രീ സ്പേസ് അല്ലേ, അതിന് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് 2500 തൊട്ട് 4000 വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ. ദെൻ ഈ ഫ്രീ സ്പേസ് നമ്മൾ എന്ത് ചെയ്തു, താഴോട്ട് കൊണ്ടുവന്നു. ഓക്കെ. അപ്പം നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രീ സ്പേസ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് യൂട്ടിലൈസ് ചെയ്യാം. ദിസ് ഇസ് ടേംഡ് ആസ് കോമ്പാക്ഷൻ. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഇസ് ഹീപ്പ് ബേസ്ഡ് അലോക്കേഷൻ. അതിനകത്ത് വരുന്ന ബാക്കി കാര്യങ്ങളാണ്. ഇൻ എനി അൽഗോരിതം ദാറ്റ് മെയിൻറ്റെയിൻ എ സിംഗിൾ ഫ്രീ ലിസ്റ്റ്, ദ കോസ്റ്റ് ഓഫ് അലോക്കേഷൻ ഈസ് ലീനിയർ. To reduce the cost of a constant, some storage algorithm maintains separate free list for blocks of different size. സൈസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ സിംഗിൾ ഫ്രീ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ ഡിഫറെൻറ്റ് ഫ്രീ ലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. സോ പൂൾ എന്താ നമ്മൾ പറഞ്ഞു, ദ ഹീപ്പ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പൂൾ, 1 for each size.
ഹീപ്പിൻ്റെ ഡിവിഷൻ നമ്മൾ പൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഡിവിഷൻ മേ ബി ഐദർ സ്റ്റാറ്റിക് ഓർ ഡൈനാമിക് ഡിവിഷൻ. ഒന്നെങ്കിൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അപ്പോൺ റിക്വസ്റ്റ് വി വിൽ ഡിവൈഡ് ഇറ്റ്, ദാറ്റ് ഇസ് ഡൈനാമിക്. ഓക്കെ, നൗ there comes two mechanisms for dynamic pool adjustment. First one is the buddy system and second one is the Fibonacci series. Okay, so buddy system means if a block of size 2 raised to k is needed, consider a request for 2 raised to k sizes come, and I checked the free list and I found that there is no such block of size 2 raised to k. Okay, and I have found that there is a memory location of 2 raised to k plus 1. Then I will allocate that particular memory or that particular cell to the request. Okay, actually 2 raised to k എന്നൊരു റിക്വസ്റ്റ് ആണ്, അതാണ് എനിക്ക് വേണ്ടത് മെമ്മറിയുടെ സൈസ്. ബട്ട് when I go through the free list I didn't found any such free space. 2 raised to k എന്നുള്ളൊരു ഫ്രീ സ്പേസ് ഞാൻ കണ്ടില്ല. I just found 2 raised to k plus 1. 2 raised to k plus 1 എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് കണ്ടത്. അത്രയും എമൗണ്ട് ഉള്ളൊരു എന്താണ് സൈസാണ് എനിക്ക് കിട്ടിയത്, സെല്ലാണ് എനിക്ക് കിട്ടിയത്. ദെൻ വാട്ട് ഐ വിൽ ഡു ഈസ് ഐ വിൽ സ്പ്ലിറ്റ് ദാറ്റ് സെൽ. 2 raised to k plus 1 എന്നുള്ള സെല്ലിനെ ഞാൻ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ടേക്ക് 2 raised to k for utilization and the balance will be kept to the free list. ഓക്കെ, എനിക്ക് വേണ്ടുന്ന അത്രയും സൈസ് ഞാൻ യൂട്ടിലൈസ് ചെയ്യും, ബാക്കിയുള്ളതിനെ ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ കെപ് ടു ദി ഫ്രീ ലിസ്റ്റിലോട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സോ ആഫ്റ്റർ ദി യൂട്ടിലൈസേഷൻ ഓർ ആഫ്റ്റർ ദി യൂസ് ആ ഒരു 2 raised to k എന്നുള്ള ആ ഒരു മെമ്മറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഡിഅലോക്കേറ്റ് ഇറ്റ്. നമ്മൾ ഡിഅലോക്കേറ്റ് ചെയ്യും, അതിനുശേഷം ഐ വിൽ മേർജ് ഇറ്റ് വിത്ത് ഇറ്റ്സ് ബഡി. മനസ്സിലായോ? 2 raised to k plus 1 എമൗണ്ട് ഓഫ് മെമ്മറി അല്ലെങ്കിൽ സെല്ലായിരുന്നു ഞാൻ അലോക്കേറ്റ് ചെയ്തത്. ഇൻ ദാറ്റ് സെൽ I have utilized only 2 raised to k memory size. 2 raised to k മാത്രമേ ഞാൻ യൂട്ടിലൈസ് ചെയ്തുള്ളൂ. ബാലൻസ് I had kept to the free list. ഫ്രീ ലിസ്റ്റിലാണ് ഞാനത് ബാലൻസ് കെപ്റ്റ് ചെയ്തത്. ഓക്കെ, സോ ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ആഫ്റ്റർ ദി യൂസ് ഓഫ് ദിസ് 2 raised to k memory I will check in the free list whether the balance memory which I have already kept in the free list is free. Means ഈ 2 raised to k യുടെ ബഡി എന്നുവെച്ചാൽ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയല്ലോ, പകുതി പേരെ നമ്മൾ യൂസ് ചെയ്തു, ബാക്കി വേണ്ട നമുക്ക് ഫ്രീ ആയിട്ട് വന്നേരെ നമ്മളൊരു പൂളിലോട്ട് വെച്ചു, ഫ്രീ ലിസ്റ്റിൽ വെച്ചു. അതിനാണ് ഞാൻ ബഡ്ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 raised to k യുടെ കംപ്ലീറ്റ് യൂസ് കഴിയുമ്പോഴത്തേക്കും ദെൻ അഗെയിൻ ഓൾസോ ഇഫ് ഇറ്റ്സ് ബഡ്ഡി ഈസ് കെപ്റ്റ് ഫ്രീ, ബഡ്ഡി ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ വി വിൽ കമ്പൈൻ ദം. ഓക്കെ, ടു മേക്ക് ദ പ്രീവിയസ് 2 raised to k1 cell. Okay, so this method is known as buddy system. Okay, so consider a request for 2 raised to k, and when I check the free list I can found only a 2 raised to k plus 1 sized cell. Then what I will do is I will split that particular cell into 2, and I will utilize the space that which I needed, and the free space will be kept to the free list. Okay, once this 2 raised to k space is deallocated, I will check in the free list whether its body is still free in the free list. Then I will merge this 2 raised to k along with that particular body. Okay, that means the 2 raised to k plus 1 the cell is still kept into the free list as a new cell. Okay, idana buddy system. Okay, next another method is Fibonacci heap. Here നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ here the block size എന്ന് പറയുന്നത് it may follow a Fibonacci system. Fibonacci system means what? ഒരു ഫിബൊനാച്ചി സീരീസ് അങ്ങനെ നമ്മൾ എഴുതുന്നത് 1 ഫിബൊനാച്ചി സീരീസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? 0 1 1 2 3 5 മീൻസ് പ്രീവിയസ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്തായിരിക്കും നമ്മൾ അടുത്ത സൈസ് കണ്ടുപിടിക്കുന്നത്. ആ രീതിയിലായിരിക്കും നമ്മളിവിടെ ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. മീൻസ് റാൻഡം ആയിട്ട് നമ്മൾ അവിടെ ഇവിടെയും ഡിവൈഡ് ചെയ്തിടാതെ ഇഫ് ദ ഫസ്റ്റ് ബ്ലോക്ക് ഈസ് ഓഫ് സൈസ് 16, സെക്കൻഡ് എന്ന് പറയുന്നത് 16 + 16 32, നെക്സ്റ്റ് എന്ന് പറയുന്നത് 16 + 32 48, നെക്സ്റ്റ് എന്ന് പറയുന്നത് 48 + 32 80, അടുത്തത് 80 + 48 128 ഇറ്റ് ആൻഡ് സോ ഓൺ. ഇങ്ങനെയായിരിക്കും നമ്മൾ മെമ്മറീനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെൻ സ്പ്ലിറ്റിംഗ് എ ബ്ലോക്ക് ഫ്രം 1 free list the 2 part get added to the 2 preceding free list. Okay, so the algorithm is more complex but it lowers internal fragmentation because Fibonacci series grow more slowly than 2 raised to k. Okay,
ഫിബൊനാച്ചി സീരീസ് നമ്മൾ യൂസ് ചെയ്യും ബിക്കോസ് ഇറ്റ് ലോവേഴ്സ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. Next topic is garbage collection. Garbage collection means what? As a term indicate that we are collecting the waste, finding and throwing away the garbage. Garbage is waste. Okay. At first sight, garbage collection should deals with what the name suggests, means finding and throwing away the garbage. In reality, ഇത് ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ചെക്ക് എന്താ ഇറ്റ് വിൽ trace down all the objects that are still used and mark the rest as garbage. മെമ്മറീനെ ട്രേസ് ചെയ്തിട്ട് ഇറ്റ് വിൽ ചെക്ക് വിച്ച് ഓൾ ഒബ്ജക്ട്സ് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെയൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും, ഗാർബേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗാർബേജ് ആയിട്ട് മാർക്ക് ചെയ്തിടും. ഓക്കെ, സോ ഗാർബേജ് കളക്ഷൻ ഈസ് ട്രാക്കിംഗ് ഡൗൺ ഓൾ ദ ഒബ്ജക്ട്സ് ദാറ്റ് ആർ സ്റ്റിൽ യൂസ്ഡ് ആൻഡ് മാർക്ക് ദ റെസ്റ്റ് ആസ് ഗാർബേജ്. Garbage collection is a systematic recovery of pooled computer storage that is being used by a program when that program no longer needs the storage. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് ഈ ഗാർബേജ് കളക്ഷൻ പെർഫോം ചെയ്യുന്നത്, ഇറ്റ്സ് എ റിക്കവറി ഓഫ് മെമ്മറി. മെമ്മറിനെ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ നീഡ് മെമ്മറീസ് അല്ലേ, ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വേരിയബിൾസ്, ഫങ്ഷൻസ്, ഇവർക്കെല്ലാം മെമ്മറീസ് വേണം. നമ്മളെല്ലാം ഫ്രീ ലിസ്റ്റിൽ നിന്നും അലോക്കേറ്റ് ചെയ്യും. വൺസ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഹാസ് സ്റ്റോപ്ഡ് or completed, I will free out all the allocated memories. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. സോ ഗാർബേജ് കളക്ഷൻ ഇസ് എ സിസ്റ്റമാറ്റിക് റിക്കവറി ഓഫ് pooled computer storage that is being used by a program when that program no longer needs the storage. Okay, so garbage collection actually നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓൾ ഒബ്ജക്ട്സ് ആർ സ്റ്റിൽ അലൈവ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഗാർബേജ് കളക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഗാർബേജ് കളക്ടർ അറ്റംപ്റ്റ് ടു റീക്ലെയിം ഗാർബേജ് ഓർ മെമ്മറി ഓക്കുപ്പൈഡ് ഒബ്ജക്ട് ദാറ്റ് നോ ലോങ്ങർ ഇൻ യൂസ് ബൈ ദി പ്രോഗ്രാമർ. ഓക്കെ, സോ ഇൻ ട്രേസിംഗ് ഗാർബേജ് കളക്ഷൻ ദി അപ്രോക്സിമേഷൻ ഇസ് ദാറ്റ് ആൻ ഒബ്ജക്ട് കാൺ ബി ലൈവ് അൺലെസ് ഇറ്റ് ഈസ് റീച്ച്ഡ് ഓർ റെഫറൻസ്. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന് റെഫറൻസോ അല്ലെങ്കിൽ അതിന് സ്കോപ്പോ ഇല്ലെങ്കിൽ വി ഷുഡ് മാർക്ക് ഇറ്റ് ആസ് എ ഗാർബേജ്. നമ്മളതിനെ ഗാർബേജ് ആയിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ റിമൂവ് ഇറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ ബാലൻസ് ടോപ്പിക് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇൻ ദ ഹീപ്പ് ബേസ്ഡ് അലോക്കേഷൻ. ജസ്റ്റ് ഗോ ത്രൂ ദി വീഡിയോ, പ്രിപ്പയർ നോട്ട്സ്, സ്റ്റഡി വെൽ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഗാർബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഒബ്ജക്ട് ദാറ്റ് കനോട്ട് ബി റീച്ച്ഡ് ത്രൂ എ റെഫറൻസ്. ഓക്കെ, സോ ഡാംഗ്ലിംഗ് റെഫറൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, റെഫറൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ എന്തില്ല, ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, so dangling reference arises during object destruction when an object that has an incoming reference is deleted or deallocated without modifying the value of the pointer, then we say that we are allocating to a memory location which does not hold anything. Okay, so in languages with a manual memory management like C++, you can encounter dangling pointer by using dangling reference എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം C++ മുതലായ ലാംഗ്വേജിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. Okay, so automatic garbage collection is an essential language feature that reduces the runtime overhead. Okay, thank you.